സമർപ്യ ഘുരാഗ്രാണ തിലൈ സഹ അലങ്കൃതേഭ്യോ വിപ്രേഭ്യോ ബദ്ധം ബദ്ധം ദിനേ ദിനേ ഗോവിപ്രദേവതാ വൃദ്ധ ഗുരുൻ ഭൂതാനി സർവശഃ നമസ്കൃത്യാൽപസംഭൂതി മംഗളാനി സമസ്പൃശൽ ആത്മാനം ഭൂഷയാമാസ നരലോകവിഭൂഷണം വാസോഭിർഭൂഷണൈ സ്वीयൈ ദിവ്യസ്ത്രകനുലേപനൈ അവേക്ഷ്യാജ്യം തഥാ ദരിശം ഗോവൃഷദ്വിജദേവതാഃ കാമാംശ്ച സർവവർണ്ണാനാം പൗരാന്തപുരചാരിണാം പ്രദാപ്യ പ്രകൃതീഃ കാമൈഃ പ്രദോഷ്യ പ്രത്യാനന്ദത സംവിഭജ്യാഗ്രതോ വിപ്രാൻ സ്രക്താംബൂലാനുലേപനൈഃ സുഹൃതപ്രകൃതിർധാരാനുപായുങ്ത തതസ്വയം താവൽ സൂതൗപാനീയസ്യന്തനം പരമാത്ഭുതം സുഗ്രീവാദ്യരഹൈര്യുക്തം പ്രണമ്യാവസ്ഥിതോഗ്രതഃ ഗൃഹീത്വ പാണിനാ പാണീ സാരഥേസ്തമധാരുഹൽ സാത്യക്യുദ്ധവ സംയുക്ത പൂർവാദ്രീമിവ ഭാസ്കര ഈക്ഷിതോന്തപുരസ്ത്രീണം സൗവ്രീഡപ്രേമ വീക്ഷിതൈ കൃച്ഛ്രാൽ വിസൃഷ്ടോ നിരഗാജാതഃ സ്വഹരന്മനഃ സുധർമാഖ്യാം സഭാം സർവൈ വൃഷ്ണിഭി പരിവാരിത പ്രാവിശൽ എന്നിവിഷ്ടാനം ന സന്ധ്യംഗ ഷഡൂർമയ തത്രോപവിഷ്ടപരമാസനെ വിഭുർബഭൗ സ്വഭാസകുഭോവഭാസയൻ വൃതോ നൃസിംഹര്യതുഭിര്യദൂത്തമോ യഥോട് രാജോദിവിതാരകാഗണൈ തത്രോപമന്ത്രിണോ രാജനാനാഹാസ്യരസൈർവിഭും ഉപതസ്ഥുർനടാചാര്യ നർത്തക്യ താണ്ഡവൈ പൃഥക്ക മൃദംഗവീണാമുരജവേണുതാളതരസ്വനൈ നർദുർജഗുസ്തുഷ്ടൂശ്ചസൂതമാഗതവന്തിന തത്രാഹുർബ്രാഹ്മണ ആ കേചിദാസീന ബ്രഹ്മവാദിന ഏതേഷം പുണ്യശസാം രാജ്ഞാം ചാകഥയൻ കഥാഃ തത്രൈകപുരുഷോ രാജനാഗതോ പൂർവദർശന വിജ്ഞാപിതോ ഭഗവതേ പ്രതിഹാരൈ പ്രവേശിതഃ സ നമസ്കൃത്യ കൃഷ്ണായ പരേശായ കൃതാഞ്ജലിഃ രാജ്ഞാമാവേദയ ദുഃഖം ജരാസന്ധ നിരോധജം യേ ച ദിഗ്വിജയതസ്യ സന്നതിം നൈർനൃപാഃ പ്രസഹ്യരുദ്ധാസ്തേനാസനയുതയദ്വേ ഗിരിവ്രജേ കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണയാമോ ഭവഭീതാഃ പൃഥക് ധിയഃ ലോകോ വികർമ്മനിരതഃ കുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ യസ്താവതസ്യ ബലവാനിഃ ജീവിതാശം സദ്യച്ഛിനത്തി അനിമിഷായ നമോസ്തു തസ്മൈ ലോകേ ഭവാൻ ജഗതിനക്കലയ അവതീർണഃ സദ്രക്ഷണായ ഖല നിഗ്രഹണായ ചാന്യഃ കശ്ചിൽ ത്വദീയമതിയാദി നിദേശമീശ കിം വാ ജനസ്വകൃതമൃച്ഛതി തന്ന വിദ്മഃ സ്വപ്നായിതം നൃപസുഖം പരതന്ത്രമീശ ശശ്വൽഭയേന മൃതകേന ധുരമഹാമ ഹിത്വാ തദാൽപനി സുഖം ത്വദനീഹ ലഭ്യം ക്ലിശ്യാമഹേതി കൃപണാസ്തവമായേഹ തന്നോ ഭവാൻ പ്രണതശോകഹരാഘ്രയുഗ്മോ ബദ്ധാൻവിയുക്ഷമഗധാഹ്യ കർമ്മപാശാൽ യോ ഭൂഭുജോ യുതമതംഗജവീര്യമേകോ ബിഭ്രൽ രുരോധഭവനെ മൃഗരാടിവാവീഃ യോ വൈ ത്വയാദ്വിനവകൃത്ത ഉദാത്തചക്രഭഗ്നോ മൃഥേ ഖലു ഭവന്തവനന്ദവീര്യം ജിത്വാ നൃലോകനിരതം സകൃദൂഢദർപ്പോ യുഷ്മൽ പ്രജാരുജതി നോജിത തദ്വിധേഹി ദൂത ഉവാച ഇതി മാഗധ സമരുദ്ധ ഭവദർശനകാംക്ഷിണഃ പ്രപന്നാഃ പാദമൂലം തേ ദീനാനാം സംവിധീയതാം ശ്രീശുക ഉവാച രാജദൂതേ ബ്രുവത്യേവം ദേവഋഷി പരമദ്യുതിഃ ബിഭ്രൽ പിംഗജടാഭാരം പ്രാതുരാസീദ്യഥാരവിഃ തം ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണഃ സർവലോകേശ്വരേശ്വരഃ വവന്തൗത്ഥിതശീർഷ്ണ സസഭ്യസാനുഗോമുദ സഭാജയിത്വാ വിധിവൽകൃതാസനപരിഗ്രഹം ബഭാഷേ സൂനൃതൈർവാക്യൈഃ ശ്രദ്ധയാ തർപ്പയൻ മുനി അഭിസ്തുതദ്ലോകാനം ത്രയാണമഗതോ ഭയം നനു ഭൂയാൻ ഭഗവതോ ലോകാൻ പര്യടതോ ഗുണഃ നഹി തേ വിദിതം കിഞ്ചിൽ ലോകേഷു ഈശ്വരകർത്തൃഷു അധ പൃച്ഛാമഹേ യുഷ്മൻ പാണ്ഡവാനാം ചികീർഷിതം ശ്രീനാരദ ഉവാച ദൃഷ്ടാ മയാ തേ ബഹുശോ ദുരിത്യമായ വിഭോ വിശ്വസൃജസ്യമായിന ഭൂതേഷു ഭൂമം ശരതസ്വ ശക്തിഭ്രവന്നേരിവത്സന്നുരുചോ നമേത്ഭുതം തവേഹിതം കോരിഹതി സാധു വേദിതും സ്വമായേതം സൃജതോ നിയച്ഛത യദ്വിദ്യമാനാത്മതയാവഭാസതേ തസ്മൈ നമസ്തേ സ്വവിലയാ തസ്മൈ നമസ്തേ സ്വവിലക്ഷണാത്മനേ. സന്തോഷം കിട്ടണം, സുഖം കിട്ടണം, സമാധാനം കിട്ടണം, ശാന്തി കിട്ടണം ചേരാ നമ്മൾ ഓടുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നെട്ടോട്ട് ഓടണല്ലേ അല്ലേ? പണിയെടുക്കണു, കാശുണ്ടാക്കണു, വീട് വയ്ക്കണു, കല്യാണം കഴിക്കണു, കുട്ടികളുണ്ടാവണു, മക്കളെ ഉണ്ടാക്കണു, പേരമക്കളെ ഉണ്ടാക്കണു, അവർക്ക് ഫ്ലാറ്റ്, അവർക്ക് വീട്, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ മരിക്കണ വരെ ഇതന്നെ പണി, അവസാനമില്ല. എന്നിട്ടോ കയ്പും പുളിർപ്പും ചവപ്പുള്ള ഈ പഴം തിന്ന് ഈ പക്ഷി കരയണ പോലെ നമ്മൾ കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ സത്സംഗത്തിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, എന്തോ ഒരു പൂർവ്വ പുണ്യം കൊണ്ട് തോന്നൂല്ലോ അങ്ങനെയൊക്കെ വരാൻ. അങ്ങനെയൊക്കെ വന്നതൊക്കെ കേൾക്കും. അപ്പോഴോ എടാ നിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട അനന്തസ്വരൂപനായ ഭഗവാൻ
നിൻ്റെ ഈ വിചാരങ്ങളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചിട്ട് നിൻ്റെ ഉള്ളിൽ സാക്ഷിയായിരിക്കേണ്ടത് മനമാകുന്ന കണ്ണ് അതിനും കണ്ണായിരുന്ന പൊരുൾ. അതാ ഒന്ന് നോക്കാം അങ്ങട്. അതാണ് ഈ മോളത്തെ കൊമ്പത്തിരിക്കണ പക്ഷി. ഈ ദേഹത്ത് തന്നെയുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത്, പുറത്തെങ്ങുമല്ല ദൈവം ഇരിക്കണത്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടത്. ആ ചിന്തകളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചിന്തകളിൽ കുടുങ്ങി ദേഹത്തിൽ അഭിമാനിച്ച് ഈ വിഷയങ്ങളിൽ ആസക്തരായി അയ്യോ ആവൂ കരഞ്ഞ് സങ്കടപ്പെട്ട് 100,000 ആവലാതിയായിട്ട് കഴിയുന്ന നമ്മുടെ ഈ വിഷമങ്ങളെയും കഷ്ടപ്പാടുകളെയൊക്കെ കണ്ടുകൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ മനസ്സാക്ഷിയായിരിക്കുന്ന ഭഗവാൻ മോളത്തെ കൊമ്പത്തിരിക്കുന്ന പക്ഷി. അതൊക്കെ സാക്ഷിയെ നോക്കണേ ഉള്ളൂ, അതിനൊന്നും പറ്റണില്ല. എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ സത്സംഗത്തിലൂടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വല്ലാത്ത ദുഃഖം വരുമ്പോൾ അത് മുകളിലേക്ക് നോക്കി എന്ന് പറഞ്ഞാലോ ആ സാക്ഷി ഒന്ന് ഓർമ്മിച്ചു. അപ്പം എന്താ അത് നമ്മൾ നോക്കി ചിരിക്കുക, സങ്കടമില്ല, സമാധാനം. അത് നോക്കുമ്പോൾ വലിയ സുഖം. മുകളിലേക്ക് നോക്കണം, ചിന്തകളുടെ അപ്പുറത്തേക്ക് നോക്കണേ, മെൻ്റൽ ഗെയ്സ് ഷിഫ്റ്റ് ചെയ്യണം. മനസ്സിലായോ? ശ്രദ്ധ തിരിക്കണം കിടന്നർത്ഥം. പക്ഷേ ഇതായി പറ്റണില്ല പലപ്പോഴും. അല്ലെങ്കിൽ അപ്പോഴേക്കും എന്താ വീണ്ടും പൂർവ്വവാസന ആ ഓർമ്മകൾ വന്നു അല്ലേ, അത് കാണണം, ഇത് കേൾക്കണം, അനുഭവിക്കണം, വീണ്ടും പോവുക ഈ എന്തിൻ്റെ പറയേ പഴം തിന്നാൻ വേണ്ടിയിട്ട്. അത് നോക്കൂ, 2 പക്ഷികൾ എന്ത് മനോഹരമായിട്ടാണ് ഋഷി പറഞ്ഞു തരണേ. ഈ ശരീരത്തിൽ തന്നെ ഞാൻ എൻ്റെ എന്നുള്ള അഭിമാനങ്ങൾ വെച്ചുകൊണ്ട് 100,000 ആഗ്രഹങ്ങളാൽ പ്രേരിതരായി ആഗ്രഹങ്ങൾക്ക് അടിമയായി ഈ നാനാവിഷയങ്ങളുടെ പുറകെ എന്താ പറയുക ഉണർന്ന ഉറങ്ങോളം ജനിച്ച് മരിക്കോളം ഇങ്ങനെ ഓടി നടന്ന് കഷ്ടവും അവലാതിയും ടെൻഷനും വെറിയും ആയിട്ട് നടക്കുന്ന ഈ വ്യക്തിത്വങ്ങൾ അങ്ങനത്തെ ആളുകളെയാ പറയണേ എന്ത് താഴത്തെ കൊമ്പത്തിരിക്കണ പക്ഷിന്ന്. ആക്ച്വലി ഇതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല അല്ലേ. ആ മോളത്തെ പക്ഷിയുടെ ഒപ്പം പോയിരുന്നാൽ പോരെ. അതിനെന്ത് ചെയ്യണം? ഇതിന്ന് പിടിവിടണ്ടേ, ഇതിലുള്ള മോഹം പോകണ്ടേ, അയ്യോ അത് തിന്നണം ഇത് തിന്നണം എന്നുള്ള മോഹം പോകണ്ടേ. എന്നിട്ടോ ആ മുകളിലത്തെ കൊമ്പത്തെ പക്ഷി ക്ഷണിക്കേണ്ട ഇങ്ങോട്ട് വരൂ. ആ സാക്ഷിയെന്ന് ഭഗവാൻ ഉള്ളിലിരിക്കേണ്ടത്. നമ്മുടെ ശ്രദ്ധ ഈ ചിന്തയെ വിട്ടാൽ മതി. ഈ ലോകത്തിൽ ഒന്നും വിടണ്ടേ. അച്ഛനെ വിടണ്ട, അമ്മ വിടണ്ട, ഭാര്യയെ വിടണ്ട, ഉദ്യോഗം വിടണ്ട, ഒന്നും വിടണ്ട. ആകെ വിടേണ്ടത് ഒന്ന് മാത്രം. എന്താണ്? ചിന്തകളെ. മനസ്സിലായോ? വേറെ ഒന്നിനും ധരിക്കാല്ലേ ഇവിടെ. ഈ ചിന്തകളെ വിട്ട് ചിന്തകളെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ചിന്താസാക്ഷിയായ ആ ഭഗവാനെ ഓർമ്മിച്ചാൽ ഓം നമ ശിവായ, ഓം നമ ശിവായ. താഴത്തുള്ള ഈ പ്രലോഭനങ്ങളൊക്കെ വരിക, ആ പക്ഷി പഴങ്ങൾ കാണുകയെ, അപ്പം എന്ത് ചെയ്യണം? അത് ചിന്തകൾ. അപ്പം എന്ത് ചെയ്യണം? ഓം നമ ശിവായ എന്ന് പറഞ്ഞ് ഈ ചിന്തയുടെ അപ്പുറത്തിരിക്കണേ ആ ശിവനെ സാക്ഷി ഓർമ്മിക്കണം. ഇതാണ് നമ്മുടെ സാധന. അങ്ങനെ അവനെ സ്മരിക്കുമ്പോൾ എന്താവും? നമ്മുടെ മനസ്സ് അവനോട് ചേരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചിന്തകളോടുള്ള താതാത്മ്യം ചേർച്ച വിടും. അപ്പം എന്തായി? ആ മോളത്തെ കൊമ്പത്തെ പക്ഷി സാക്ഷി ആനന്ദമായിരിക്കണ മാതിരി നമുക്കും ആ ആനന്ദവും സ്വാതന്ത്ര്യവും കൈവരും. പിന്നെ ഇതൊരു ഗുരുവിനെ കൈ പിടിച്ച് ജയിക്കാൻ പറ്റുമോ? ഒരാൾ പെട്ടെന്ന് മുറിയുടെ ഉള്ളിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ദാ റോക്കറ്റ് പോകണു. കുട്ടികളുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണത്. വലിയവരാണെങ്കിൽ നമ്മൾ കുറേ കൂടി ഇതായിട്ട് പോയിണ്ടാവും. പക്ഷേ ഈ കുട്ടികൾക്കും എന്തെങ്കിലും മനസ്സിലാവട്ടെ അല്ലേ. ദാ റോക്കറ്റ് പോകണമെന്ന് പറഞ്ഞു. ഓടി വന്നു. എവിടെ? ദാ പോണു. റോക്കറ്റ് പറയുമ്പോഴേക്കും പോയി കഴിയുണ്ടാവും അല്ലേ. പിന്നെ അത് പോയൊരു പാടല്ലേ കാണുള്ളൂ. കണ്ടല്ലേ? കൈ ഇങ്ങനെ കാണിച്ചു. അയാൾ നോക്കിയിട്ട് എവിടെ? എൻ്റെ കാണിച്ച കൈൻ്റെ വിരൽ പിടിച്ചിട്ട് തുമ്പത് എവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാൽ കാണുമോ? വിരലോണ്ട് ചൂണ്ടിക്കാണിച്ചു. വിരലോണ്ട് കാണിച്ച ആ ദിശയിലേക്ക് നീ കണ്ണയച്ചാൽ കാണാൻ സാധ്യതയുണ്ട് അല്ലേ. മനസ്സിലായോ? ഈ ഗുരുനാഥൻ്റെ വാക്കുകളും ഈ പുസ്തകങ്ങളിൽ എഴുതി വെച്ചേക്കണമൊക്കെ ദാ കാണിച്ചു തരും, ദാ ചൂണ്ടിക്കാണിക്കുക. മനസ്സിലായോ? അതിന് അപ്പോൾ ആ ചിന്ത പ്രകാശിപ്പിച്ചുകൊണ്ട് ചിന്തയുടെ സാക്ഷി എന്നൊക്കെ ഉള്ളത് ഒരു സൂചന മാത്രമാണ്. അവിടേക്ക് ശ്രദ്ധ ഉയർത്തേണ്ടത് അവനവനാ. അവിടെ ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല, സ്വയം ചെയ്യുന്നേ വേണം. മനസ്സിലായോ?
ഉയർത്തിയാലോ ആരാണോ വിരലിനെ വിട്ടിട്ട് ആ മുകളിലേക്ക് നോക്കി ആ കണ്ടു 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 മറ്റുള്ളവർ കണ്ടില്ലല്ലോ. റോഡ് മാപ്പ് എടുത്തു, അത് ആവശ്യമാണ്. അതൊക്കെ നല്ലോണം പഠിച്ചു. എന്നിട്ടോ ദിവസം റോഡ് മാപ്പ് എടുത്ത് ചാർധാം പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് കേട്ടോ. ചാർധാം ഹിമാലയത്തിലേ ബദ്രി കേദാറൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. റൂട്ടൊക്കെ പഠിച്ചു, എങ്ങനെ പോവാം, എത്ര ദിവസം വേണം, എവിടെയൊക്കെ താമസിക്കാം, എന്തെല്ലാം സൗകര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, ഹെലികോപ്റ്ററിൽ പോവാം, അല്ലെങ്കിൽ കാറിന് പോവാം, ബസ്സിന് പോവാം, അങ്ങനെ പോവാം ഇങ്ങനെ പോവാം. ഒത്തിരി ടൂർ ഏജൻസികൾ ഇതൊക്കെ പഠിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും ഇവിടുന്ന് പുറപ്പെടലേ ഇല്ല. പിന്നെ അവിടെ കാണാനുണ്ടാവുക എത്തലുണ്ടാവുമോ പഴയത് ഞാൻ ഇത് പഠിച്ച് വൈഹാർട്ടായി. റൂട്ട് വൈഹാർട്ടാ. പക്ഷേ ഇവിടുന്ന് പുറപ്പെടലില്ലെങ്കിലോ? മനസ്സിലായോ മക്കളെ? അങ്ങനെയാവാൻ പാടില്ല.